ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ലവ് ലെറ്ററിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ലവ് ലെറ്റർ, ഏലാഞ്ചി, മുട്ടക്കുഴലപ്പം എന്നീ പല പേരുകളിൽ ഇതറിയപ്പെടുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ. എന്ന് നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ളൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് തീയൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. കാഷ്യൂ നട്ട് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ടും ഉണക്കമുന്തിരിയും ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉണക്കമുന്തിരി ഒന്ന് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങുന്ന ടൈം മാത്രം മതി. തേങ്ങ ഒരു കാരണവശാലും ഡ്രൈ ആക്കി എടുക്കരുത്. ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം 1 മിനിറ്റോളം നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതേപോലെയാണ്. ദോശയുടെ അപ്പത്തിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മാവ് എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം പരത്തിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി എടുത്ത് മാറ്റാം. എല്ലാം ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓരോന്ന് റെഡിയാക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് എടുത്തിട്ട് നമുക്കിതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഒരു വട്ടം ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും റോൾ ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ഏലാഞ്ചി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.